ഹലോ, ഈ ചാനൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാൻ ഒരുപാട് കാത്തിരുന്നൊരു ദിവസമാണ്. അങ്ങനെ എനിക്കും യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനമൊക്കെ കിട്ടിയിട്ടോ. ഇന്നലെയാണ് എനിക്ക് വരുമാനം കിട്ടിയത്. അത് എത്രയാണ് എന്നൊക്കെ ഞാൻ പറയാം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ഞാൻ യൂട്യൂബിലേക്ക് വരുന്നപ്പോഴേക്കും എന്താ പറയുക, ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും. ഒരു യൂട്യൂബർ ആദ്യം തുടങ്ങുമ്പോഴത്തേനും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നീന്ന് പഠിച്ചിട്ട് വേണം. ഇത് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നോ, അതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും ഒക്കെയാണ് അത് പഠിച്ചെടുത്തതും. അതുപോലെ തന്നെ ഓരോന്ന് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഓരോന്ന് നമുക്ക് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ പഠിച്ച് വരുള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് എനിക്ക് ഓരോ സജഷൻസിൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേനും ഓരോരുത്തരും ഓരോ സജഷൻസൊക്കെ ഇങ്ങനെ പറഞ്ഞു തരായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ വോയിസ് ഇങ്ങനെ കൊടുത്താൽ നന്നായിരിക്കും. ചിലവരെന്നോട് വോയിസ് കൊടുക്കാതെ ഇങ്ങനെ സംസാരിക്കുന്ന പോലെയൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങൾക്കറിയാലോ, എൻ്റെ വീഡിയോസ് കാണുന്ന മിക്കവർക്കും അറിയാം, എനിക്കൊരു 1.5 വയസ്സുള്ള ഒരു കുട്ടിയാണുള്ളത്. അപ്പോൾ അവനെയും കൊണ്ടിട്ട് ഞാനിങ്ങനെ വോയിസ് കൊടുക്കാതെ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മൊത്തം അവൻ്റെ കരച്ചിൽ അല്ലെങ്കിൽ അവൻ്റെ ബഹളങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കാർട്ടൂണിൻ്റെ എന്തെങ്കിലും മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. എന്താ വെച്ചാൽ അവൻ അടങ്ങിയിരിക്കണമെങ്കിൽ അവന് ഫോണിൽ എന്തെങ്കിലും കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്താലേ അവൻ അടങ്ങിയിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഏട്ടൻ ഫോണിൽ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അവൻ അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാവും എൻ്റെ ഫോണിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ വോയിസ് കൊടുക്കാൻ പറ്റാറില്ല. അതൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ അവനാണെങ്കിലും വാശി പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോഴൊക്കെ, ചില ടൈമിൽ ഞാനിങ്ങനെ ഏതെങ്കിലും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, കുക്കിംഗ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം അവനിങ്ങനെ താഴെ അടുക്കളയിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ വാശി പിടിച്ച് കരയാറൊക്കെ ഉണ്ട്. അവൻ എന്തെങ്കിലും ഇപ്പോൾ ഒരു തക്കാളി അരിഞ്ഞാൽ പോലും അവനത് കൊടുക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞ് വാശി പിടിക്കും. ഇപ്പോൾ സവാള അരിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ബഹളങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അത് എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കാണേണ്ട സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഈ ചാനൽ തുടങ്ങിയത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇത് തുടങ്ങിയത് തന്നെ കേട്ടോ. കുക്കിംഗ് ചാനൽ പോലെയാണ് തുടങ്ങിയത്. പിന്നെയാണ് ഞാൻ ഡെയിലി വ്ളോഗ്സ്, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ വീഡിയോസിലേക്ക് പോയി. പിന്നെ സ്റ്റോറീസ്, മലയാളം സ്റ്റോറീസ് പോലെ അങ്ങനെ ചെയ്തു തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ്ഡ് ആക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ഡെയിലി വ്ളോഗ്സ് ഇടണം, ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. മോനെ ഇട്ടുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്ത് എടുക്കുന്നത്. നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എപ്പോഴും പറ്റും, ഫോണിൽ ഇങ്ങനെ ജസ്റ്റ് എടുത്തു പോയാൽ മതി. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് എഡിറ്റ് ചെയ്യുന്ന ഒരു സംഭവം വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര പണി കിട്ടുക കേട്ടോ. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും അറിയായിരിക്കും, യൂട്യൂബർ ആണ് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയായിരിക്കും. ഒരു വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഫോണിൽ ഇങ്ങനെ എടുത്താൽ പോരെ, പക്ഷെ അതിന് എഡിറ്റ് ചെയ്ത് എന്നിട്ടൊക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരുപാട് പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളത് ചെയ്ത് ഇടുന്നത്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. മോൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ പറ്റാറുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിലും എല്ലാം നിങ്ങൾ അംഗീകരിച്ച് എന്നെ ഇത്രത്തോളം എത്തിച്ചതിൽ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിതുവരെ എത്താൻ കഴിയില്ലായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്കിതുവരെ ഒന്നും നേടാനായിട്ട് കഴിയില്ലായിരുന്നു. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുവരെ എൻ്റെ കൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായ ദിവസമാണ്. മോനെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു, ഒരു ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് മോൻ ആയപ്പോഴത്തേനും എനിക്ക് എൻ്റെ ജോബ് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ എനിക്ക് വേറെ ജോബ്, ഒന്നില്ലെങ്കിൽ 2 വയസ്സ്, ഒരു 6 മന്ത് ആകുമ്പോൾ ഒന്നില്ലെങ്കിൽ ഡേ കെയറിലാക്കണം, പിന്നെ എൻ്റെ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്തോ ആക്കണം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. പിന്നെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഞങ്ങൾ 2 പെൺമക്കളായിരുന്നു. അപ്പോൾ ഞങ്ങളെ കെട്ടിച്ച കടങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അമ്മേനോട് ജോലി നിർത്തിയിട്ട് വീട്ടിലിരിക്കുന്ന ഇവനെ നോക്കാൻ പറയാനും പറ്റില്ല. എനിക്ക് ഇവനെ ഇട്ടുകൊണ്ട് ജോലിക്ക്
ജോലിക്ക് പോകാനും പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് എൻ്റെ കുട്ടീനെ നോക്കിക്കൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ്. അങ്ങനെ വരുമാനം പ്രതീക്ഷിച്ച് തന്നെ ഒരു ടൈം പാസിന് വേണ്ടി, ഞാൻ ഒരിക്കലും ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതല്ല കേട്ടോ. ചിലവരൊക്കെ പറയുന്നത് കേൾക്കാം ഒരു ടൈം പാസിന് വേണ്ടി ഇങ്ങനെ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതല്ല. ഞാനൊരു വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനമാണെങ്കിൽ പോലും അതെന്തെങ്കിലും അത് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് തന്നെ ഞാൻ തുടങ്ങി ഇതുവരെ എത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് ആ ഒരു വരുമാനം കിട്ടി. എത്രയെന്ന് നമ്മൾ മൊത്തമായിട്ട് എത്രയാണ് നമുക്ക് കിട്ടിയെന്ന് കറക്റ്റായിട്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ് യൂട്യൂബ് പോളിസിയിൽ പറയുന്നത്. നമ്മൾ കറക്റ്റ് എമൗണ്ട് പറഞ്ഞാൽ അത് യൂട്യൂബ് പോളിസിക്ക് എതിരാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു കറക്റ്റ് എമൗണ്ട് ഒന്നും പറയുന്നില്ല, ഒരു എസ്റ്റിമേറ്റ് ഇതാണ് അവർ പറയാറുള്ളത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ പറയുന്നത്. എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു 7,000-നും 8,000-നും ഇടയിലുള്ള ഒരു എമൗണ്ട് ആണ് കേട്ടോ എനിക്ക് കിട്ടിയത്. കറക്റ്റ് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് പോളിസിക്ക് എതിരാണ്. എനിക്ക് പറയുന്നത് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് യൂട്യൂബ് പോളിസിക്ക് എതിരാണ്. അപ്പോൾ ആരോടും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ റിലേറ്റീവ്സിനോടാണെങ്കിൽ പോലും ആരോടാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞാൻ ഇത് അറിയാവുന്നത് ഇപ്പോൾ ഇന്നലെ എനിക്ക് വരുമാനം കിട്ടി. അപ്പോൾ ഇത് അറിയാവുന്ന പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനും പിന്നെ എൻ്റെ അമ്മയ്ക്കും മാത്രമേ ഇപ്പോൾ നിലവിൽ അറിയുള്ളൂ കേട്ടോ. വേറെ ആരോടും ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം നിങ്ങളോടായിട്ടാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളാണല്ലോ എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് നിങ്ങളാണ് എനിക്ക് തന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്വീകരിച്ചതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ നിങ്ങളോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നിങ്ങളാണ് എന്നെ കൂടെ കൂട്ടി ഇത്രയും വരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇതുവരെ എത്തിച്ചത്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എൻ്റെ സന്തോഷം എത്രയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ വീട്ടിലിരുന്നുകൊണ്ട് എൻ്റെ മോനെ നോക്കിക്കൊണ്ട് അതാണ് എനിക്ക് ഒരു സന്തോഷം. എനിക്ക് അവനെ ഡേ കെയറിലാക്കാൻ ഇപ്പോഴും എനിക്ക് ഒരു മനസ്സ് വരുന്നില്ല കേട്ടോ. അവനെ ഡേ കെയറിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്കത് ഏറ്റവും വലിയൊരു വിഷമമാണ്, അവനെ ഡേ കെയറിലാക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം എന്ന് പറയുന്നത് വീട്ടിലിരുന്നുകൊണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു വർക്ക് ഫ്രം ഹോം ഇങ്ങനെ എന്തെങ്കിലും ജോലി നോക്കാനായിട്ട്. ഇങ്ങനെ ഫോണിൽ ഒരുപാട് ഇങ്ങനെ അപ്ലൈ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ജെന്യൂൻ ആയിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഓരോന്ന് ഇങ്ങനെ വിളിച്ചു വയ്ക്കുമ്പോൾ ചിലവർ നമ്മൾ പൈസ അങ്ങോട്ട് ആദ്യം അടച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഓരോ വർക്കുകളൊക്കെയാണ്. പക്ഷേ എനിക്ക് അതിൽ ഒരു താല്പര്യം ഉണ്ടായില്ല. എനിക്ക് എന്താ പറയുക, അവർ നമ്മളെ ചതിക്കുകയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം പൈസ വാങ്ങിയിട്ട് പിന്നെ നമ്മളെ പറ്റിക്കുമോ അങ്ങനത്തെയൊക്കെ ഒരു പേടിയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിലോട്ട് കുറേയൊക്കെ ഞാൻ അങ്ങനെ നോക്കിയതും പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട കേസുകളൊക്കെ ആയിരുന്നു. പിന്നെ ഞാനത് മടുത്തിട്ട് ഒഴിവാക്കിയിട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ചെയ്യുന്ന കമ്പനിയിൽ കയറാന്ന് വെച്ചാലും വർക്ക് ഫ്രം ഹോം പിന്നെ അവർ തരില്ല എന്ന് പറഞ്ഞു കേട്ടോ. ആദ്യം ഞാൻ വർക്ക് ഫ്രം ഹോമാണ് പ്രഗ്നൻസിയിലും ചെയ്തുകൊണ്ടിരുന്നത്. പ്രഗ്നൻസിയിൽ ഞാൻ 9 മന്ത് വരെ അവന് വയറ്റിൽ വെച്ചുകൊണ്ട് 9 മന്ത് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ഫ്രം ഹോം ആയിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് അങ്ങോട്ട് എനിക്ക് വർക്ക് ഫ്രം ഹോമൊക്കെ തരില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. മോനെ ഇട്ടുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ പോകാനും താല്പര്യമില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങാനാണ് വിചാരിച്ചത്. പക്ഷേ കുക്കിംഗ് വീഡിയോസിൽ എന്താണെന്നറിയില്ല, എന്താ പറയുക, ക്ലാരിറ്റിയുടെ പ്രശ്നമാണ് എന്താണെന്നറിയില്ല. വ്യൂസ് എനിക്ക് കൂടുതലായിട്ടും അങ്ങനെ വരുന്നില്ല. കുറച്ച് വ്യൂസൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ കുക്കിംഗ് വീഡിയോസിൽ. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ചെയ്യുന്ന പോലെ ഡേ ഇൻ മൈ ലൈഫ് അതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെയും കുറച്ചുകൂടെയൊക്കെ വ്യൂസൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് ഇഷ്ടം, എൻ്റെ ഏത് തരത്തിലുള്ള വീഡിയോസാണ് ഇഷ്ടം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, ഇപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും തുറന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി എന്നെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുവരെ എന്നെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക് യു. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.